വെസ്റ്റ് ഇൻഡീസിനെതിരായ 2 മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ വിജയം നേടിയിരിക്കുകയാണ്. പുതിയ നായകനായ യുവതാരം ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് പരമ്പര നേട്ടമാണിത്. ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത അധ്യായത്തിന് ശുഭകരമായ തുടക്കമാണ് നൽകുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സും 140 റൺസിനുമായിരുന്നു ഇന്ത്യയുടെ വിജയം. വെറും 3 ദിവസം കൊണ്ടാണ് ഇന്ത്യ ഈ മത്സരം അവസാനിപ്പിച്ചത്. തുടർന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന 2ാം ടെസ്റ്റിൽ 5ാം ദിവസത്തേക്ക് നീണ്ട പോരാട്ടത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം ആഘോഷിച്ചു. 2ാം ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് ഒരു ചെറിയ ചെറുത്തുനിൽപ്പ് നടത്തിയതൊഴിച്ചാൽ പരമ്പരയുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലായിരുന്നു. പരമ്പരയിലുടനീളം ഇന്ത്യ ഒരേ പ്ലേയിംഗ് 11 നിലനിർത്തി എന്നത് ശ്രദ്ധേയവുമാണ്. മികച്ച താരങ്ങളായ അക്സർ പട്ടേൽ, യുവതാരം ദേവ്ദത്ത് പടിക്കൽ, നാരായൺ ജഗദീശൻ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർക്ക് ഒരവസരം പോലും ലഭിക്കാതെ പോയത് തിരഞ്ഞെടുത്ത 11 കളിക്കാരിലുള്ള ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ താരങ്ങളുടെ പരമ്പരയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള റേറ്റിംഗുകൾ അവരുടെ ആധിപത്യം എത്രത്തോളം വലുതായിരിക്കും എന്ന് വെളിപ്പെടുത്തുന്നുമുണ്ട്. ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ളത് സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കാണ്. ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും അദ്ദേഹം നടത്തിയ അസാമാന്യ പ്രകടനം അദ്ദേഹത്തിന് 10ൽ 10 റേറ്റിംഗ് നേടിക്കൊടുത്തു. ലോകോത്തര ഓൾറൗണ്ടർ എന്ന തന്റെ പദവി അദ്ദേഹം ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചു. അഹമ്മദാബാദിലെ ആദ്യ ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ മാത്രമേ ജഡേജയ്ക്ക് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചുള്ളൂ. ഈ ഒറ്റ ഇന്നിംഗ്സിൽ അദ്ദേഹം ഒരു തകർപ്പൻ സെഞ്ചുറി കുറിച്ചു. ഇത് ടീമിന് മികച്ച ടോട്ടൽ നേടുന്നതിൽ നിർണായകവുമായി. ബൌളിംഗിൽ പരമ്പരയിൽ ആകെ 8 വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഡൽഹി ടെസ്റ്റിൽ നിർണായകമായ 3 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി. മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കറിന്റെ അഭിപ്രായത്തിൽ ജഡേജയെ പോലെ ഒരാളെ ടീമിൽ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഭാഗ്യമാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയ ജഡേജ ടെസ്റ്റ് കരിയറിലെ തന്റെ 3ാമത്തെ നേട്ടവും സ്വന്തമാക്കി. ഈ പ്രകടനത്തോടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൌളർമാരുടെ പട്ടികയിൽ അദ്ദേഹം ഹർഭജൻ സിംഗിനെ മറികടക്കുകയും ചെയ്തു. നായകൻ ഉൾപ്പെടെ 5 ഇന്ത്യൻ താരങ്ങൾ 10ൽ 9 റേറ്റിംഗുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇവർ ടീമിന്റെ നട്ടെല്ലായി വർദ്ധിച്ചു എന്നും പറയാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ കന്നി ടെസ്റ്റ് പരമ്പര വിജയം ആഘോഷിച്ച ഗിൽ ബാറ്റിംഗിൽ ഒരുപോലെ മികച്ചു നിന്നു. 3 ഇന്നിംഗ്സുകളിൽ നിന്നായി ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ അദ്ദേഹം 192 റൺസ് നേടി. 92 ആണ് അദ്ദേഹത്തിന്റെ ശരാശരി. ഡൽഹിയിലെ പ്രകടനത്തോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ 7 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും 5 സെഞ്ചുറികൾ നേടുന്ന 2ാമത്തെ ഇന്ത്യൻ നായകനായി അദ്ദേഹം മാറി. വിരാട് കോഹ്ലിയേക്കാൾ വേഗത്തിലാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. അതോടൊപ്പം ഓപ്പണിംഗിൽ ടീം ഇന്ത്യക്ക് സ്ഥിരത നൽകാൻ രാഹുലിന് കഴിഞ്ഞു. 96 ശരാശരിയിൽ 3 ഇന്നിംഗ്സുകളിലായി 198 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും. 2ാം ടെസ്റ്റിന്റെ അവസാന ഇന്നിംഗ്സിൽ രാഹുൽ പുറത്താകാതെ 58 റൺസ് നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേൽ ഋഷഭ് പന്തിന്റെ അഭാവം മുതലെടുത്ത് തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു. ആദ്യ ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ അദ്ദേഹം തന്റെ കന്നി ടെസ്റ്റ് സെഞ്ചുറി കുറിച്ചു. 2 ഇന്നിംഗ്സുകളിലായി 169 റൺസാണ് ജുറേലിന്റെ സമ്പാദ്യം. വിക്കറ്റിന് പിന്നിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തൊട്ടുമുമ്പുള്ള ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പുറത്തിരിക്കേണ്ടി വന്ന കുൽദീപ് യാദവ് ഈ അവസരം പൂർണ്ണമായി ഉപയോഗിച്ചു. ഒരു 5 വിക്കറ്റ് നേട്ടം ഉൾപ്പെടെ 12 വിക്കറ്റുകളാണ് അദ്ദേഹം പരമ്പരയിൽ പോക്കറ്റിലാക്കിയത്. ടീമിന്റെ പ്രധാന സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന നിലയിൽ അദ്ദേഹം തിളങ്ങി. ഇന്ത്യൻ പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ സിറാജ് 2 ടെസ്റ്റുകളിൽ നിന്നും 10 വിക്കറ്റുകൾ വീഴ്ത്തി. ആദ്യ ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിലെ 4 വിക്കറ്റ് ഉൾപ്പെടെ 7 വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. ഇന്ത്യൻ ബൌളിംഗ് നിരയുടെ ശക്തി തെളിയിച്ചു. ചില പ്രമുഖ താരങ്ങൾക്ക് ഈ പരമ്പരയിൽ അവരുടെ റേറ്റിംഗിൽ ഇടിവും സംഭവിച്ചു. സ്റ്റാർ പേസർ ബുംറയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും മോശം പരമ്പരകളിൽ ഒന്നാണിത്. 2 ടെസ്റ്റുകളിൽ നിന്ന് വെറും 7 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പ്രധാനപ്പെട്ട ടോപ്പ് ഓർഡർ ബാറ്റർമാരെ പുറത്താക്കാൻ കഴിഞ്ഞത് ഒരു തവണ മാത്രമാണ്. യുവ ഇടം കയ്യൻ ബാറ്റർ സായി സുദർശൻ 3 ഇന്നിംഗ്സുകളിൽ നിന്നും 44.33 ശരാശരിയിൽ 133 റൺസ് നേടി. എന്നാൽ 2ാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിലെ 87 റൺസ് മാറ്റി നിർത്തിയാൽ മറ്റ് ഇന്നിംഗ്സുകളിൽ കാര്യമായ സംഭാവന നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിന് ബാറ്റിംഗിൽ ഒരു ഇന്നിംഗ്സിൽ മാത്രമാണ് അവസരം ലഭിച്ചത്. പുറത്താകാതെ 9 റൺസ് നേടിയ അദ്ദേഹം ബൌളിംഗിൽ 6 വിക്കറ്റുകൾ വീഴ്ത്തി. എങ്കിലും അദ്ദേഹത്തിന് ലഭിച്ച റേറ്റിംഗ് 4 ആണ്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഈ പരമ്പരയിൽ കാര്യമായൊന്നും ചെയ്യാനില്ലായിരുന്നു. ഒരു ഇന്നിംഗ്സിൽ മാത്രം ബാറ്റ് ചെയ്ത് അദ്ദേഹം 43 റൺസ് സ്കോർ ചെയ്തു. ബൌളിംഗിൽ വെറും 4 ഓവറുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ പരമ്പര വിജയം ഇന്ത്യൻ ടീമിന്റെ യുവതാരങ്ങളിലുള്ള വിശ്വാസവും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗില്ലിന്റെ നായകത്വത്തിലുള്ള ഈ നേട്ടം ഇന്ത്യക്ക് വരാനിരിക്കുന്ന വലിയ മത്സരങ്ങൾക്ക് ഒരു ശക്തമായ അടിത്തറ നൽകുന്നുണ്ട്. താരങ്ങളുടെ റേറ്റിംഗുകൾ സൂചിപ്പിക്കുന്നത് പോലെ ചിലർക്ക് ഇനിയും മെച്ചപ്പെടാനുണ്ട്. എന്നാൽ മൊത്തത്തിൽ ഒരു ടീം എന്ന നിലയിൽ ഇന്ത്യ നടത്തിയ പ്രകടനം ശ്രദ്ധേയമായിരുന്നു.